ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഗോവിന്ദ ഗോവിന്ദ. നിരോധം എന്നുള്ള ലക്ഷണം, നിരോധം എന്നുള്ളത് തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയതായിട്ടുള്ള നമ്മളുടെ മനസ്സിന്റെ ഉള്ളില് പല രീതിയിലുള്ള മാലിന്യങ്ങൾ വന്നു കൂടുന്നു. ഈ മായികമായിട്ടുള്ള ലോകത്തില് പല ഗുണങ്ങള് ചേർന്നതായിട്ടുള്ള ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളുടെ ഉള്ളിലുള്ള തമോ ഗുണവും രജോ ഗുണവും സത്വ ഗുണവും ഇതെല്ലാം കൂടി യോജിച്ച്, അപ്പൊ തമോ ഗുണത്തിന് ആധിക്യം കൂടുതലാണെങ്കിൽ തമോ ഗുണപ്രധാനികളെ കാണുമ്പോൾ നമ്മളിൽ നിന്നും കൂടുതൽ അനുഭാവം ഉണ്ടാവുകയും അതിൽ നിന്ന് നമുക്ക് ദുഃഖങ്ങൾ വന്നു ചേരുന്നു. ഈ തമോ ഗുണങ്ങളെയും നശിപ്പിച്ച് രജോ ഗുണത്തിലേക്ക് എത്തിച്ച് രജോ ഗുണത്തിൽ നിന്നും സത്വ ഗുണത്തിലേക്ക് എത്തിക്കുക, ഇതാണ് യഥാർത്ഥത്തില് നിരോധം. രോധിക്കുക, എല്ലാത്തിനെയും എന്താണ് നിരോധിച്ചുകൊണ്ട്, ഇങ്ങനെയുള്ള നമ്മളുടെ ദുഷ്ചിന്തകളെയൊക്കെ നിരോധിച്ചുകൊണ്ട് ഭഗവത് കഥകളിലേക്ക് നമ്മളെ ആകർഷിക്കുന്നതായിട്ടുള്ള ഒരു ലക്ഷണമാണ് ദശമസ്കന്ധത്തിലെ നിരോധം എന്നുള്ള ലക്ഷണം. നമ്മളിപ്പോ ഭഗവാന്റെ ബാലലീലകള് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ രംഗങ്ങള്, യശോദാദേവി തൻ്റെ ബുദ്ധി കൊണ്ട് ഒന്ന് ഭഗവാനെ ഒന്ന് അളന്നു. അങ്ങനെ വന്നപ്പോ ഭഗവാൻ എന്തായി, യഥാർത്ഥമായിട്ടുള്ള ഈശ്വരഭാവം എന്താണെന്നുള്ളത് എപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള യശോദാമയെ ഇതാ ഇന്നലെ കൊടുത്തു. 2 അങ്കുലം അല്ലെ, 2 വിരലിന്റെ വലിപ്പത്തില്, അല്ലെങ്കിൽ രണ്ട് വിരലിന്റെ നീളത്തിന്റെ ആ ഒരു ലോലുപതയ്ക്ക് കാരണമായിക്കൊണ്ട് തനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല, ഭഗവാനെ പിടിച്ചു കെട്ടാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്താണ് ഈ ഒരു 2 അങ്കുലം എന്ന് ചോദിച്ചാൽ, നമ്മൾ ധരിക്കുന്നതായിട്ടുള്ള എല്ലാ, നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ധരിക്കുന്നതായിട്ടുള്ള എല്ലാം അല്ലെ, അതെല്ലാം വിട്ട് ആ ഭക്തി എന്നുള്ള ഒരവസ്ഥ, ഈ ചരാചരങ്ങളെ മുഴുവൻ നിലനിർത്തുന്നതായിട്ടുള്ള പരബ്രഹ്മം ഈശ്വര സ്വരൂപം എന്നുള്ളത് എല്ലാവരിലും അടങ്ങിയിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് അത് കാണാൻ സാധിക്കുന്നില്ല. അതാണ് സത്യത്തിൽ നമ്മളുടെ ഒക്കെ ബുദ്ധിമുട്ട്. നമ്മൾ വിചാരിക്കും ഇപ്പൊ കണ്ണൻ മാത്രമേ ഉള്ളൂ ഈശ്വരൻ. അല്ല. ഈ പറഞ്ഞ യശോദാമയും രോഹിണിയും നന്ദനും എല്ലാവരും ഈശ്വരന്മാരാണ്. പക്ഷെ അവരിലുള്ള ഈശ്വരീയതയെ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ ഡോറിൽ കൂടെ പോകണം, ആ ഒരു വഴിയിൽ കൂടെ നമ്മൾ ചെന്നാൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ നമുക്ക് അവരുടെ പുറമേ കാണുന്ന ബാക്കിയുമായിട്ടുള്ള പുത്രഭാവത്തിലൂടെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ബന്ധുത്വത്തിലൂടെയും നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഈശ്വരഭാവത്തെ കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഈ ഒരു ബന്ധുത്വം കൊണ്ട് നമ്മളുടെ പല സാഹചര്യങ്ങളെ അല്ലെങ്കിൽ പല ഈശ്വരഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കാത്തൊരവസ്ഥ അത് എല്ലാവരിലും ഉണ്ട്. ചിലരിൽ അത് പ്രകടമായി കൊണ്ടുവരും. പ്രകടമായി കൊണ്ടുവന്ന് മുമ്പിൽ വന്ന് ഈശ്വരനാന്ന് പറഞ്ഞാൽ പോലും ചിലപ്പം അംഗീകരിക്കാൻ തയ്യാറാവാതെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു അജ്ഞാനത്തിന്റെ ഇരുട്ട് നമ്മളിൽ എന്താണ് വന്നു ചേർന്നിരിക്കുകയാണ്. അതിൽ നിന്നും അമ്മയെ പിടിച്ചു വലിച്ച്, ആ ഇരുട്ടത്തിൽ നിന്നും പിടിച്ചു വലിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് കണ്ണൻ അവിടെ തയ്യാറായ ഒരു രംഗം നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ആ യശോദാമ തൻ്റെ സമ്പത്തിന്റെ ഐശ്വര്യത്തിന്റെ ഒക്കെ അതിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ഒരു ചെറിയ ഒരു അഹങ്കാരമാണോ, അല്ലെങ്കിൽ ഭഗവാനെ സ്വന്തമാക്കിയതിലുള്ള ഒരു അഹങ്കാരമാണോ, എന്തായാലും അവിടെ ഭഗവാൻ അതെല്ലാം വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അഹങ്കാരത്തിന്റെ കൂട്ടിൽ താമസമായിട്ടുള്ള നളകൂപരും മണിഗ്രീവൻ, ഇങ്ങനെ 2 പേര്, വൈശ്രവണന്റെ പുത്രന്മാരായിട്ടുള്ള 2 പേര് അവരെ അനുഗ്രഹിക്കുവാനുണ്ട്. അവരെ എത്രയോ കാലമായി ഇപ്പോ ഇതാ അവിടെ കാളിന്തി തീരത്ത് വൃക്ഷങ്ങളായിക്കൊണ്ട് അവിടെ നിൽക്കുന്നു, നീർമരുതുകളായിട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള
ആ നളകൂപര മണിഗ്രീവന്മാര് ഭഗവാന്റെ ആ വരവിനെ ഇങ്ങനെ ആഗ്രഹിച്ചു കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരും യഥാർത്ഥത്തില് ആ വൃക്ഷങ്ങളായിട്ട് നിന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ ഈ ബാലലീലകളൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ശരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഭക്തന്മാരുടെ അടുത്തേക്ക് ചെല്ലാൻ സമയമായി എന്നുള്ള ഒരു ഇത് അറിഞ്ഞുകൊണ്ട് ഇതാ എന്തുകൊണ്ടാണ് ഈ മരുത്തു വൃക്ഷങ്ങളായിക്കൊണ്ട് നളകൂപര മണിഗ്രീവന്മാര് വൈശ്രവണന്റെ പുത്രന്മാരിങ്ങനെ ആയത് എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് 10ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അവിടെ പരീക്ഷിച്ച് ചോദിക്കുകയാണ്, കഥ്യതാം ഭഗവന്നേതസ്തയോ ശാപസ്യ കാരണം യത്തൽ വിഗർഹിതം കർമ്മ യേന വാ ദേവർഷേസ്തമഃ. അല്ലയോ ഗുരുനാഥനായുള്ള യേശു ബ്രഹ്മർഷേ, ഈ ദേവന്മാരിലെ ഋഷി തുല്യമായിട്ട് ജീവിക്കുന്നതായിട്ടുള്ള നാരദ മഹർഷി എല്ലാവരെയും നാരം ദദാതീതി നാരദ എന്നാ പറയാ, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാളാണ് നാരദ മഹർഷി. ആർക്കും ഒരു രണ്ടഭിപ്രായമില്ല നാരദ മഹർഷി. അങ്ങനെയുള്ള നാരദ മഹർഷിക്ക് പോലും അവിടെ തമോ ഗുണപ്രധാനമായിട്ടുള്ള ഒരു കോപാവേശം അല്ലെ. സനൽകുമാരാദികൾക്ക് വേദവ്യാസ മഹർഷി പറഞ്ഞു കാമാനുജന ഉണ്ടായെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ പോലും നാരദ മഹർഷിയെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. അതുപോലെയുള്ള ആ നാരദ മഹർഷിക്ക് എന്തേ ഇങ്ങനെ ഈ ഒരു ദേഷ്യം വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിന്ദ്യകർമ്മം ചെയ്യേണ്ടി വന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് ശ്രീ ശുബ്രഹ്മർഷി അതിനുള്ള മറുപടി ആഖ്യാനം അവിടുന്ന് പറയാൻ തുടങ്ങി. രുദ്രസ്യാനുചരോ ഭൂത്വാ സുതൃപ്തോ ധനദാത്മജോ കൈലാസോപവനേ രമ്യേ മന്ദാകിന്യമതോൽക്കടോ. അവിടെ പരമേശ്വരന്റെ മഹാദേവന്റെ ഭക്തന്മാരായിട്ടുള്ള നളകൂപരൻ മണിഗ്രീവൻ എന്നിവര് അച്ഛന്റെ ഐശ്വര്യത്തില് മതം വന്ന് അഹങ്കാരികളായിക്കൊണ്ട് ഒരിക്കല് വാരുണി എന്നുള്ള ഒരു മദ്യം സേവിച്ച് വാരുണി മധുരാം പീത്വാ മതാഘൂടിതലോചനോ ശ്രീജനൈരനുഗായധിശ്ചേരതു പുഷ്പിതേവനേ. വാരുണി മദ്യം സേവിച്ച മതാന്ധകളായിക്കൊണ്ട് മതാന്ധന്മാരായിക്കൊണ്ട് അവിടെ കൈലാസപർവ്വതത്തിന്റെ ഉദ്യാനത്തില് താഴ്വരയിലുള്ള ഉദ്യാനം അത് പുഷ്പിതവനേഹേ ധാരാളം പുഷ്പിച്ചു നിൽക്കുന്നതായിട്ടുള്ള ആ വൃക്ഷങ്ങളുടെ മനോഹാരിത കണ്ടുകൊണ്ട് ഈ വാരുണി മദ്യം സേവിച്ച് അതിന്റെ ഉള്ളിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ആ കാമപരവശം അത് അവിടെയുള്ള അപ്സരസുകളായിട്ടുള്ള സ്ത്രീകളെ കാണുകയും അവരില് ഭ്രമം തോന്നിക്കൊണ്ട് അവരുടെ കൂടെ ആ ഉദ്യാനത്തിലെ കൂടെ പാടി രസിക്കുന്നതായിട്ടുള്ള ഒരു രംഗം നാരദ മഹർഷിക്ക് കാണേണ്ടതായിട്ട് വന്നു. അവിടെ അടുത്തുള്ള ഗംഗയില് മന്ദാകിന്യമതോത്കടോ, മന്ദാകിനി ഗംഗ തീർത്ഥീകരിക്കുന്നതായിട്ടുള്ള ഗംഗാജലം ഒഴുകുന്നതായിട്ടുള്ള തടാകത്തില് ധാരാളം താമരപ്പൂക്കൾ വിടർന്ന് വികസിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ശുദ്ധമായിട്ടുള്ള തീർത്ഥത്തില് ദാ ഈ കുബേരപുത്രന്മാരും അപ്സര സ്ത്രീകളും അവര് നദിയിലിറങ്ങി എങ്ങനെയാണോ കൊമ്പനാനകൾ പിടിയാനകളോടുകൂടി അവിടെ ജലക്രീഡ ആരംഭിക്കുന്നത് അതേ രീതിയില് നഗ്നമായിട്ടുള്ള രീതിയിൽ അവിടെ കളിക്കുന്നതായിട്ട് കണ്ടു. അവസരത്തില് നാരദ മഹർഷി യാദൃച്ഛികമായിട്ട് അതിലേ പോവുകയായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. നാരദ മഹർഷി മതോന്മത്തരാണെന്ന് മനസ്സിലാക്കി. അതുപോലെ മന്ദാകിനിയായിട്ടുള്ള ഗംഗാ മന്ദാകിനി എന്ന് പറയാൻ തന്നെ കാരണം വളഞ്ഞ് ഒഴുകുന്നത് കൊണ്ടാണ് ഈ മന്ദാകിനി എന്നുള്ള ഒരു പേര് തന്നെ വന്നിട്ടുള്ളത്. മന്ദാകിനി വിയത് ഗംഗ, യഥാർത്ഥത്തിൽ ആ ആകാശഗംഗ തന്നെയാണ് അവിടെ. എന്തായാലും അവിടെ അത് കണ്ടതോടുകൂടി നാരദ മഹർഷിക്ക് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്ന ഒരു ആഗ്രഹം ഉള്ളിൽ ഉദിച്ചു. എങ്ങനെയായിരുന്നു അവര്? തം ദൃഷ്ട്വാ വ്രീഡിതാ ദേവ്യോ വിവസ്ത്രാ ശാപശങ്കിതാഃ വാസാംസി പര്യധൂ ശീർഘം വിവസ്ത്രോ നൈവ ഗുഹ്യകോ. നാരദ മഹർഷിയെ കണ്ട ഉടനെ
ആ നഗ്നകളായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ നാണം വന്നുകൊണ്ട് അവർ വേഗം വസ്ത്രമെടുത്ത് ഉടുത്തു. പക്ഷേ ഈ മതാന്ധന്മാരായിട്ടുള്ള നളകൂപരനും മണിഗ്രീവനും നഗ്നനായി തന്നെ അവിടെ നിന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ മദ്യപിച്ച് ലഹരി പിടിച്ചായിട്ടുള്ള സമ്പൽ സമൃദ്ധിയിൽ അഹങ്കരിച്ചതായിട്ടുള്ള അവരെ കണ്ട് നാരദ മഹർഷി എന്താ അവിടെ തയോരനുഗ്രഹാർത്ഥായ ശാപം ദാസ്യന്നിതം ജഗോ. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, നാരദ മഹർഷിയൊക്കെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനികളാണ്. അവരുടെ ഓരോ വാക്കുകൾ ഒരിക്കലും നമ്മൾ വിചാരിക്കും ശപിച്ചു എന്നോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു എന്നോ വിചാരിക്കും. അവരുടെ ദേഷ്യം ഒരിക്കലും ലോകത്തിന് അത് ദ്രോഹമാകുകയല്ല. അവരുടെ ദേഷ്യം എന്നുള്ളത് അത് അല്ലെങ്കിൽ അവരുടെ ശാപം എന്നുള്ളത് എപ്പോഴും അനുഗ്രഹമായിട്ടേ വരുള്ളൂ. അതാണ് മഹത്തുക്കളുടെ ഒരു മഹത്വം. അതാണ് അല്ലെ, നമ്മൾ പരീക്ഷിത്ത രാജാവ് മുതൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ വേണ്ട ശൗനകാദികൾ മുതൽ ഇങ്ങോട്ട് അവര് പറയുന്ന വാക്കുകള്, അവര് പറയുന്ന ചോദ്യങ്ങള്, ഇതൊക്കെ എന്താണ് ലോകമംഗളായിട്ട് വരികയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ. നാരദ മഹർഷിക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് ശപിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ. പിന്നെന്താണ്, തയോരനുഗ്രഹാർത്ഥായ ശാപം ദാസ്യന്നിതം ജഗോ. അപ്പം അവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്രകാരം അല്ലെ ആ നാരദ മഹർഷി ഇപ്രകാരം പറഞ്ഞു എന്നവിടെ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? അഹ്യന്യോ ജുഷതോ ജോഷ്യാൻ ബുദ്ധിഭ്രംശോ രജോ ഗുണ ശ്രീമദാദാഭിജാത്യാദിർ യത്ര സ്ത്രീ ദ്യൂതമാസവ. ഈ സമ്പത്ത് ഐശ്വര്യത്തിന്റെ ഒക്കെ സമൃദ്ധിയില് ചെന്ന് പെടുന്നതാണ് ഏറ്റവും വലിയൊരു ദൂഷ്യം. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇന്ന് ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് സമ്പത്ത്. അത് തന്നെയല്ല, ഓരോ രീതി നോക്കിയ സൽക്കുലത്തിൽ ഉള്ള ജനനം, അതുപോലെ തന്നെ അഭീഷ്ട വസ്തുക്കളെയൊക്കെ അനുഭവിക്കുവാനുള്ള സമ്പത്ത് സാധ്യതകള്, ഇതെല്ലാം എന്താണ്, തൻ്റെ ബുദ്ധിയെ ക്ഷയിപ്പിക്കും, ബുദ്ധിയെ മാറ്റിവിടും. ഇതിലൊന്നും നമ്മൾ ഭ്രമിച്ചു പോകരുത്. അതുകൊണ്ടാണ് സജ്ജനങ്ങള് മഹാത്മാക്കളൊക്കെ പറയുന്നത്, കിട്ടുന്നതായിട്ടുള്ള ഐശ്വര്യങ്ങളിൽ മതിമറക്കാതെ തനിക്ക് വേണ്ടതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി തന്റെ അല്ല എന്നുള്ള സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കണം. എത്ര സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല. തനിക്ക് വേണ്ടത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അത് ലോകത്തിന്റെ ആ പണം അതെന്നെ ഭഗവാൻ എന്താണ് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. ബാങ്കിൽ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് പറയാണ് എന്റെയാണ് ഈ കോടി രൂപ എന്ന് പറയാറുണ്ടോ? ഇല്ല. ഇതൊക്കെ ഓരോരുത്തരും അവിടെ സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് എന്നതുപോലെ നമുക്ക് ആ അർത്ഥ ഐശ്വര്യങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചാല് ഇങ്ങനെയുള്ള ബുദ്ധിഭേദം അവിടെ ഉണ്ടാകില്ല. അല്ലെങ്കിൽ നമ്മളെ ഇത് കണ്ട് ഭ്രമിപ്പിച്ച് നമ്മളുടെ ആ ബുദ്ധിയെ ദുഷിപ്പിക്കുന്നതായിട്ടുള്ള രജോ ഗുണ പ്രാധാന്യമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ കടത്തും. അതുകൊണ്ട് ഇവർക്ക് ഇന്ന് വന്നു പറ്റിയത് അതാണ് ഏറ്റവും ആപൽക്കരമായിട്ടുള്ള അമിതമായിട്ടുള്ള ഈ ഒരു സ്ത്രീ സംഘം, അതുപോലെ തന്നെ ചൂതുകളി, മദ്യപാനം, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമ്മളുടെ ഭ്രമം വല്ലാണ്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ദുഃഖത്തിനുള്ള കാരണമായിട്ട് മാറും. ഇങ്ങനെ ഈ ഒരു സമ്പൽ സമൃദ്ധിയുള്ളവര് നാശത്തിന് അടിമപ്പെട്ടതായിട്ടുള്ള ഈ ഒരു ശരീരം യഥാർത്ഥത്തില് ജരാമരണങ്ങള് ഇല്ലാത്തതായിട്ട് കരുതുകയാണ് അവിടെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരോടൊരു കാരുണ്യം ഉണ്ടാകുന്നില്ല, ഭൂതദയ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ ഉള്ളില് ഈ ഹിംസാശീലം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളതല്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ള ഒരു ഭാവം നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത്. നമ്മൾ എന്താണോ നമ്മൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള നമ്മളുടെ ഈ ഒരു ജന്മലക്ഷ്യം, അതിൽ നിന്ന് നേരെ തിരിഞ്ഞു വരികയാണ് അർത്ഥം. നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കരുത്, നമ്മൾ മറ്റുള്ളവരെ വേദനിക്കരുത് എന്നുള്ള ഒരു ഭാവത്തോടു കൂടി നമ്മളുടെ ജീവിതത്തിനെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതിന് പകരം അതിന് വിരുദ്ധമായിക്കൊണ്ട് നമ്മൾ ഈ ഐശ്വര്യത്തിലും ഈ സമ്പത്തിലും ഒക്കെ അഹങ്കരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരെ ഹിംസിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശീലം പോലും നമ്മളുടെ ഉള്ളില് ദേവസംഹിതമപ്യന്തേ കൃമിവിൽ ഭസ്മസംശിതം സഞ്ജിതം ഭൂതധൃതകൃതേ സ്വാർത്ഥം
കിം വേദ നിരയോയത ഹന്യന്തേ പശുവോയത്ര നിർദ്ദയൈരജിതാത്മഭി മന്യമാനൈരിമം ദേഹം അജരാമൃത്യു നശ്വരം. അല്ലേ? അപ്പം ഈ ശരീരത്തെ ജനന അല്ലെങ്കിൽ ജരാമരണങ്ങൾ ഇല്ലാത്തതായി കരുതുന്നതായിട്ടുള്ള ദയാഹീനൻ, നമ്മൾക്ക് മരണമില്ല എന്നുള്ള ഒരവസ്ഥയിൽ ഇങ്ങനെ ഈ ഭ്രമിച്ച്, ലൗകികതയിൽ ഭ്രമിച്ചങ്ങനെ പോവുകയാണ്. അങ്ങനെ ഈ ഭ്രമിച്ചു പോകുന്ന സമയത്ത് നമുക്കെന്താണ് അവിടെ മരണമില്ല എന്നും അതുപോലെ തന്നെ യാതൊരുവിധ ആൾക്കാരോട് ഒരു ദയ ഉണ്ടാകുന്നില്ല. അജിതാത്മഭി, മനസ്സിനെ ഒതുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ എന്താണ് പശവഹ ഹന്യന്തേ, ജനങ്ങള്, ജീവരാശികള് ഹനിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ ഹിംസാശീലം നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നു. പാവപ്പെട്ടതായിട്ടുള്ള ജീവികള് അല്ലെങ്കിൽ മനുഷ്യരടക്കം അവരുടെ പരസ്പരം അവരവരുടെ ഈ ഒരു ദോഷാധിക്യങ്ങളെ കൊണ്ട് പരസ്പരം തല്ലി മരിക്കുന്ന ഒരവസ്ഥ. ദേവൻ എന്നുള്ള ഒരു സംജ്ഞ ലഭിച്ചതിനെ സംബന്ധിച്ചിടത്തോളം മരണശേഷം ദേവസംജ്ഞിതമപ്യന്തേ കൃമിവിൾ ഭസ്മസംജ്ഞിതം. ഇനി ദേവനായാൽ പോലും എന്നാണ് പറയുന്നത്. ദേവസംജ്ഞിതം അപ്പി, അതായത് ദേവസംജ്ഞ എന്ന് പറഞ്ഞാൽ പേര് എന്നർത്ഥം. ദേവന് തുല്യമായാൽ പോലും ആയെങ്കിൽ പോലും ഒടുവിൽ അവൻ എന്താണ്? കൃമിവിൾ ഭസ്മസംജ്ഞിതം. കൃമിയെന്നോ മലമെന്നോ ചാരമെന്നോ ഒക്കെ ഉള്ള രീതിയിൽ അതിനു വേണ്ടിയിട്ട് ഈ ജീവജാലങ്ങളെ ഹിംസിക്കുന്നവൻ ശരിക്കും എന്താണ്? സ്വാർത്ഥം കിം വേദ യതഃ നിരയ. അപ്പൊ തനിക്ക് വേണ്ടത് എന്തറിയുന്നു, അതുകൊണ്ട് നരകമാണ് തനിക്ക് ലഭിക്കാൻ പോകുന്നത്. അതിന്റെ ചെയ്തികളെ കൊണ്ട് നമുക്ക് നരകത്തിലേക്ക് എത്തിച്ചേരും എന്ന് അവിടെ കാണിക്കുകയാണ്. അപ്പൊ അവിടെ ഈ മരണശേഷം കൃമി, അതുപോലെ മറ്റ് നീച യോനികളിലുള്ള വർഗങ്ങളായിട്ടുള്ള ജീവികള് മുതലായൊക്കെ ഭക്ഷിച്ച് അവയുടെ മലം അത് പുത്രാദികളോ മറ്റോ സംസ്കരിച്ച് ചാരം എന്നീ വിവിധ സംജ്ഞകളിൽ അത് കലാശിക്കുന്നു. ഇങ്ങനെയുള്ള ജീവജാലങ്ങളെയൊക്കെ ഹിംസിച്ച ഗതി നരകത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇത്തരക്കാര് ജീവിത ലക്ഷ്യം എന്തെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ പരന്നു നടക്കുന്നു. നാരദ മഹർഷി ഇവിടെ ആ നളകൂപര മണിഗ്രീവന്മാരോട് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗൗരവമായിട്ടുള്ള ഒരു വിഷയം, ഈ സമ്പത്തിന്റെ ഐശ്വര്യത്തില് ഭ്രമിച്ചുകൊണ്ട് തനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു നല്ല ലോകം, അല്ലെ? നമുക്ക് സമ്പത്ത് കിട്ടിയാലും ഐശ്വര്യം കിട്ടിയാലും നമ്മൾ അതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാതെ, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ആ ഈശ്വര സേവയ്ക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മളെ ബാധിക്കാത്ത ഒരു കാര്യമാണ്. നമുക്ക് എന്താണ്? നമുക്ക് ഈ ഭൂമിയിൽ വന്ന് കർമ്മം ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ഈ കർമ്മം ചെയ്യുവാൻ വേണ്ടി നമുക്ക് സമ്പത്ത് വേണം, ഐശ്വര്യം എല്ലാം വേണം. പക്ഷെ ഇതൊക്കെ നമുക്ക് ജന്മനാ നമുക്ക് ഭഗവാനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേഗം എന്താണ്? ആ ഉത്തരവാദിത്വങ്ങളെ കുറിച്ചും ആ ഒരു കർമ്മങ്ങളെയും കൂടെ കുറയ്ക്കുവാൻ വേണ്ടിയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഭഗവാൻ ഇത്രയും ഇത് തന്നത്. അപ്പൊ ആ സമ്പത്തില് എന്താണ് മതിമറന്ന് അതിൽ വീണ്ടും കർമ്മഭാവത്തിലേക്ക് ചെല്ലുക എന്നുള്ളതല്ല അവിടെ. അതുകൊണ്ട് ഇവരുടെ ഭാവി ശ്രേയസിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തില് ആ നാരദ മഹർഷി അവിടെ ഉപദേശം ചെയ്തത്. ഇനി അത് തന്നെയല്ല, അതുകൊണ്ട് എന്ത് വേണം അവർക്ക്? ഇനി അവര് ഇന്ന് അനുഭവിച്ചതായിട്ടുള്ള ഒരു സുഖം, അതിന് പകരമായിട്ട് ഇതിൽ പരം ഒരു ദുഃഖം എന്നുള്ള ഒരു അവസ്ഥ അനുഭവിക്കുന്ന ജനങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നമ്മൾക്കൊക്കെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പറ്റിയിരിക്കുന്നത്, നമുക്ക് ഈ കിട്ടിയ ഐശ്വര്യത്തിന് നമ്മൾ നിന്നുകൊണ്ട് നമുക്ക് ദുഃഖത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് ഐശ്വര്യം അല്ലെങ്കിൽ ഈ സമ്പത്ത് നമുക്ക് വേണ്ടുവോളം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആൾബലം നമുക്ക് വേണ്ടുവോളം തന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കർമ്മങ്ങളിൽ നിന്ന് ഒന്ന് പുറകോട്ട് നിൽക്കാൻ സാധിക്കും. ഇനി അതിനുവേണ്ടി നമ്മൾ കർമ്മം ചെയ്യണ്ട, മറിച്ച് അങ്ങനെ അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് വീണ്ടും നമ്മൾ ഈ ഐശ്വര്യം കൊണ്ട് അടുത്ത കൂടുതൽ ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ കർമ്മം ചെയ്യാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഐശ്വര്യവും സമ്പത്തും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനു വേണ്ടിയിട്ട് നീ സമയം കളയണ്ട, അതിനുവേണ്ടി മെനക്കെടണ്ട. അപ്പൊ എളുപ്പമായി നമുക്ക് ഈ ഒരു സത്യത്തെ
നളഗോപുര മണിഗിരിമാരെ പറഞ്ഞു കൊടുക്കുവാനുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? കുറച്ചു കാലം നിങ്ങൾ ഇതിന്റെ ദുഃഖവശം എന്താണെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. ആ ഒരു അല്ലെ കുറച്ചൊന്ന് അനുഭവിച്ചാൽ മാത്രമേ പക്വത വരൂ എന്നതിന് വേണ്ടിയിട്ട് ഇത് അവിടുന്ന് ശപിക്കുകയാണ്. ദേഹക്കിമന്നദാതുസ്വം നിഷേകുതും മാതുരേവച പാതുസ്തിദുർവാ ബലിന കേതുരഗ്നീശുനോപിവാം. ഈ ശരീരം ഭക്ഷണം തരുന്നവന്റെ സ്വത്താണോ അതോ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ സ്വന്തമായിട്ടുള്ളതാണോ? അല്ലേ? അതല്ല ഇനി ഇരുവരുടെയും കൂടി ആയിട്ടുള്ള മാതാമഹന്റേതാണോ രാജാവിൻ്റെതാണോ അതോ മാതോ പിതുർവാബിലിന കേതുരഗ്നേഷിനോപിവ വിലക്കെടുത്തവൻ്റെതോ? ഇതൊന്നുമല്ലെങ്കിൽ ഇതെന്താണ്? ശ്മശാനാഗ്നി അല്ലെ? ശ്മശാനാഗ്നിയാകായത്. അത് ഏതെങ്കിലും ഒരു യോനിയിലേക്ക് ചെന്ന് ജനിക്കാനുള്ള ഒരു ശരീരമാണ് ഇത് എന്നുള്ളത് ശുനോപിവാ അല്ലെ? ഒരു പട്ടിയോ മറ്റോ ആകാം യഥാർത്ഥത്തിൽ. ഏതായാലും ഇപ്പം യഥാർത്ഥ ഉടമ ശിതാഗ്നിയോ അല്ലെങ്കിൽ ശവസംസ്കാരം നടക്കാഞ്ഞാൽ അവിടെ മറ്റ് ജന്തുക്കൾ കഴുകനും അല്ലെ പട്ടിയും കുറുക്കനും മുതലായവയൊക്കെ അതിനെ വന്ന് സ്വീകരിക്കുന്നതോ? ഇങ്ങനെയൊന്നും നമുക്ക് നമ്മളുടെ അവസാന നിമിഷങ്ങൾ എന്താണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുകയില്ല. അത് തന്നെയല്ല ഈ പറഞ്ഞതായിട്ടുള്ള ബന്ധങ്ങള് ഏതാ? ഈ സമ്പത്തിന് കാരണമായിട്ടുള്ള അച്ഛനമ്മമാര്, ഐശ്വര്യത്തിന് കാരണമായിട്ടുള്ള ആൾബലം, ബന്ധുക്കള്, ഇവരൊക്കെ മാതാപിതാക്കളായിക്കോട്ടെ ജനയിതാക്കളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ഇവർക്ക് വേണ്ടിയിട്ട് ഇതെന്താണ്? ഇവരൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ്? സംരക്ഷകർ മാത്രമാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം എന്ന് അവരെ പറഞ്ഞു. ഏവം സാധാരണം ദേഹം അവ്യക്ത പ്രഭവാപ്യം കോവിദ്വാൻ ആത്മസാൽകൃത്വ ഹന്തി ജന്തു നൃതേ സത. യഥാർത്ഥമായിട്ടുള്ള ഈശ്വര തത്വത്തിൽ നിന്ന് മൂലപ്രകൃതി, ആ മൂലപ്രകൃതിയിൽ നിന്ന് ഉടലെടുത്തതായിട്ട് അതിൽ തന്നെ വിലയിക്കുന്നതായിട്ടുള്ള ഈ പൊതു സ്വത്തായിട്ട് അല്ലെ പൊതു സ്വത്തായിട്ടുള്ള ഈ ശരീരം നമ്മളൊക്കെ ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയാണ് എൻ്റെ ഈ ശരീരം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെയാണ്, എൻ്റെ ഭർത്താവിൻ്റെയാണ് എന്നൊക്കെ നമ്മളെ കൊണ്ട് ഇങ്ങനെ പൊട്ട തോന്നലുണ്ടാക്കുക. എല്ലാവർക്കും ഒരു നായയുടെ ശരീരമായാലും ഒരു മനുഷ്യന്റെ ശരീരമായാലും ആനയുടെ ശരീരമായാലും എല്ലാം എന്താണ്? ഈശ്വരന്റെ സൃഷ്ടിയായിട്ടുള്ള ഒരു പൊതു സ്വത്താണ് യഥാർത്ഥത്തില്. കോ വിദ്വാൻ ആത്മസാൽകൃത്വ ഹന്തി ജന്തു നൃതേ സത. അപ്പം ഈ അങ്ങനെയുള്ള ഈ ഒരു ശരീരത്തെ തൻ്റേതാണെന്നുള്ള ഒരു വിചാരത്തോടു കൂടി നമ്മൾ ബുദ്ധിഹീനമായിക്കൊണ്ട് ധരിക്കുന്നു. എന്നാ അങ്ങനെയാണെങ്കിൽ അതല്ലാതെയുള്ള വിദ്വാൻമാര് കോ വിദ്വാൻ ആത്മസാൽകൃത്വ ഹന്തി ജന്തു നൃതേ സത. വിവേകിയായിട്ടുള്ളത് ആരാണ്? അവര് ആരും തന്നെ ഇങ്ങനെയുള്ള ഒരു ഹീനപ്രവൃത്തിയിലേക്ക് മാറുകയില്ല. ഏത് ഹീനപ്രവൃത്തി? ഹിംസ അല്ലെ? ഹിംസ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ മറ്റുള്ളവരെ പരിഹസിക്കുന്നത് പോലും ഹിംസയാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ളത് ഹിംസയാണ്. അപ്പം ഇപ്പൊ ചെയ്യുന്നത് ഇങ്ങനെയുള്ള വിദ്വാൻമാരായിട്ടുള്ളവർ പോലും, അതായത് ഈ ശരീരത്തിന്റെ ഉടമകള് പല ആൾക്കാരാണ് ഇതിന്റെ ഉടമകളായിട്ടുള്ളവര്. അപ്പം അത് ഉടലെടുത്തും ലയിക്കുന്നതും ഒക്കെ മൂലപ്രകൃതി അഥവാ അല്ലെങ്കിൽ ആ ഭഗവാന്റെ എന്താണ് സാഖ്യയോഗ പ്രധാനം പറയും പ്രധാനം അല്ലെ? ആ പ്രധാനത്തില് ഇപ്പം ഇത് തൻ്റേതാണെന്നുള്ള ആ ഒരു അഭിമാനത്തോട് കൂടിയിട്ടുള്ള ഒരു ബുദ്ധിഭ്രംശം ഏറ്റുള്ളവർക്കല്ലാതെ ഒരാൾക്കും പരദ്രോഹം ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല, അതിന്റെ മനോഭാവം ഉണ്ടാകുന്നില്ല അവിടെ. അപ്പൊ ഈ മൂലപ്രകൃതിയുടെ ഒരു വികൃതിയായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒക്കെ ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ ദേഹം നശിക്കുക എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? തിരിച്ചാണ്. ദേഹം നശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇന്ദ്രിയങ്ങളൊക്കെ അതാത് ഇതിലേക്ക് എത്തിച്ചേരുന്നു. പഞ്ചഭൂതങ്ങളായിക്കോട്ടെ പഞ്ചേന്ദ്രിയങ്ങളായിക്കോട്ടെ ഇതെല്ലാം ആ പ്രതിലോമക്രമത്തോടുകൂടി അത് തിരിച്ച് അതിലേക്ക് തന്നെ ലയം പ്രാപിക്കുന്നത്. അതായത് അന്നമയകോശം, പ്രാണമയകോശം അല്ലെ, മനോമയകോശം,
ഇങ്ങനെ ചേർന്നതായിട്ടുള്ള ആ ഒരു ലിംഗ ശരീരം, ആ ലിംഗമയ കോശവും വിജ്ഞാനമയ കോശവും മൂലപ്രകൃതിയുമായിട്ട് ഉൽപ്പത്തി, ഇതെല്ലാം നേരെ എന്താണ് തിരിച്ച് അതിലേക്ക് തന്നെ എത്തിപ്പെടുന്ന ഒരു ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള യഥാർത്ഥത്തില് ഈ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ജന്തുഹിംസ, മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളത് വിപുലാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പരദ്രോഹമാണ്, അധർമ്മം ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അത് ഒരിക്കലും ചെയ്യരുത് എന്നൊക്കെ അവിടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചതിന് ശേഷം പറയാണ്, ആസത ശ്രീമദാന്ധസ്യ ദാരിദ്ര്യം പരമഞ്ജനം ആത്മോപമ്യേന ഭൂതാനി ദരിദ്ര പരമീക്ഷതേ. ധാരാളം സമ്പത്ത് വന്നതോടുകൂടി, ഐശ്വര്യങ്ങൾ വന്നതോടുകൂടി അതിന്റെ ഇരുട്ട് ബാധിച്ച, തിമിരം ബാധിച്ച അവിവേകിയായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യമാകുന്ന അഞ്ജനം പുരട്ടിയാൽ മാത്രമേ അവിടെ കാഴ്ച ലഭിക്കുള്ളൂ എന്ന് പറയാണ്. ദാരിദ്ര്യം പരമഞ്ജനം, ദാരിദ്ര്യമാകുന്ന അഞ്ജനം പുരട്ടണം. അപ്പോഴേ അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ദുഃഖം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ദരിദ്രൻ യഥാർത്ഥത്തില് എല്ലാവരെയും സമദർശിയായിട്ടുള്ളവരാണ് ദരിദ്രൻ. ഇപ്പൊ അന്യരെയും തന്നോട് സദൃശമായിട്ട് വീക്ഷിക്കുക. ഇനി അവിടെ പറയുന്നു, യഥാ കണ്ടകവിദ്ധാംഗോ ജന്തോർ നേച്ഛതി താം വ്യഥാം ജീവസാമ്യം ഗതോ ലിംഗേർ തഥാ വിദ്ധ കണ്ടക. മുള്ളു തറച്ചതായിട്ടുള്ള വേദന അറിഞ്ഞവൻ മറ്റുള്ളവർക്ക് വരരുതേന്ന് അവിടെ ആഗ്രഹിക്കും, ഇച്ഛിക്കും. അത് തന്നെയല്ല, വല്ലവർക്കും മുറിവേറ്റു കഴിഞ്ഞാല് സഹാനുഭൂതിയോടെ ശുശ്രൂഷിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവും. ആ വേദന അറിഞ്ഞിട്ടില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മറ്റൊരാൾക്ക് വന്നാൽ അറിയുക എന്നുള്ളതല്ല, പിന്നെ അയാൾ അങ്ങനെ ഒരു വിഷമം പോലും അയാളെ ബാധിക്കുന്നില്ല അവിടെ. അതുകൊണ്ട് ദാരിദ്ര്യം അനുഭവിച്ചവൻ സ്വയം എല്ലാ അഹന്തകളിൽ നിന്നുമൊക്കെ മുക്തനാകുന്നു. കർമ്മം അനുസരിച്ചുകൊണ്ട് ആ സങ്കടങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്നു. ആ ഒരു കഷ്ടപ്പാട്, ആ ഒരു സഹിക്കൽ യഥാർത്ഥത്തില് ഒരു ത്യാഗമാണ്, ഒരു തപസ്സാണ് എന്ന് പറയാണ്. അപ്പൊ ദാരിദ്ര്യം കൊണ്ട് വിശന്ന് വരഞ്ഞ് ആഹാരം കിട്ടാതെ ഒഴുകുന്നതായിട്ടുള്ള നമ്മളുടെ ഉള്ളിലെ ഇന്ദ്രിയങ്ങള് വളരുന്നു, അല്ലെ? അപ്പോ ആ ഇന്ദ്രിയങ്ങള് ഹിംസയിലേക്കുള്ള ശ്രദ്ധ ഉണ്ടാവുന്നു. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലെ സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ആ സമദർശിത്വം അല്ലെങ്കിൽ സമഭാവനയുള്ളവരാകുന്നതുകൊണ്ട് അവര് കൂടുതലും എന്താണ്, ഈ ദാരിദ്ര്യത്തെയും ധന സമ്പാദനത്തിനെയൊക്കെ ഒക്കെ ഒരേപോലെ, ധനികന്മാരെയും ദരിദ്രന്മാരെയും ഒക്കെ ഒരേപോലെ അവർക്ക് കാണാൻ സാധിക്കുന്നു. അവരിലൊക്കെ സഹവസിക്കുന്നു അവിടെ. അപ്പൊ ആ ഒരു സത്സംഗം യഥാർത്ഥത്തില് ദരിദ്രന്റെ എല്ലാ ദുഃഖങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ വിശപ്പും ദാഹവും ഒക്കെ അവിടെ ശമിപ്പിക്കുന്നു. അവൻ എന്താണ്, ആന്തരികമായിട്ടുള്ള ശുദ്ധി അവിടെ ഉണ്ടാകുകയും പിന്നെയോ സമഭാവന ഉള്ളവരും അതുപോലെ തന്നെ മോക്ഷപ്രദനുമായിട്ടുള്ള ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെയൊക്കെ ഉപാസിക്കുന്നതുമായിട്ടുള്ള സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദരിദ്രസ്യ ഇവ യുജ്യന്തേ സാധവ സമദർശിന സദ്ഭിക്ഷിണോദിതം ദർശം തത ആരാൽ വിശുദ്ധ്യതി. ഇപ്പം അവര് ആ തൃപാദങ്ങളെ ഉപാസിക്കുന്നവരുമായിട്ടുള്ള സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ആ സമ്പൽ സമൃദ്ധിയാൽ അഹങ്കരിച്ച് ദുർവിഷയത്തിലേക്ക് വ്യാപരിക്കുന്നില്ല. എന്നാൽ അല്ലെ, നമ്മള് ദക്ഷയാഗത്തില് ദക്ഷിണ വന്നതായിട്ടുള്ള പ്രജാപതിത്വം കിട്ടിയതോടുകൂടി ഷഡ്ഭിർ അസത്വമേതരൈഹി അവിടെ പറയുന്നുണ്ട്. അസത്തുക്കൾക്ക് ഐശ്വര്യം വന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക, ദുർവിഷയങ്ങളിലൊക്കെ വ്യാപരിച്ച് അങ്ങനെ വന്ന് അടുപ്പിക്കാൻ ഒരുക്കാത്തതുമായിട്ടുള്ള ദുർജനങ്ങളാൽ വെച്ചാൽ അവരെ അടുപ്പിക്കുവാൻ പോലും സാധിക്കാത്ത സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർക്കും തന്നെ ഒരു സഹായമായിട്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അവരെ തിരിഞ്ഞു പോലും നോക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു മനോഭാവം അവർക്ക് അങ്ങനൊരു അവസ്ഥ അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ
സാധൂനാം സമചിത്താനാം മുകുന്ദചരണേഷിണാം ഉപേക്ഷ്യൈ കിം ധനസ്തംഭേർ അസദ്ഭിരസദാശ്രേ. അപ്പൊ അസത്തുക്കളായിട്ടുള്ള രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് ആരും തന്നെ പിന്നെ തിരിഞ്ഞു നോക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥ ഉണ്ടാകില്ല. ഇതൊക്കെ നഷ്ടപ്പെടും എന്നർത്ഥം. ഈ പറഞ്ഞതായിട്ടുള്ള ഐശ്വര്യമായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, ഇതൊക്കെ ഒരു കാലം കഴിഞ്ഞാല് ഇതെല്ലാം തൻ്റെതാണെന്ന് പറഞ്ഞു വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കാലത്ത് ഇതങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ അവിടെ ദരിദ്രരെ കാണാൻ സാധിക്കുന്നില്ല, സജ്ജനങ്ങളെ കാണാൻ സാധിക്കുന്നില്ല, ആരുമായിട്ടൊരു ബന്ധവുമില്ലാതെ, ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നമ്മൾ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അപ്പൊ അവിടെ പറയാണ്, തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപിപ്പിക്കലാണ്. ഇഷ്ടദേവതാ പ്രീതി സ്വയം ചെയ്യുന്നു. ഇപ്പം ദാരിദ്ര്യം അത് യഥാർത്ഥത്തിൽ എന്താണ്, വരുത്തി വെക്കുന്ന ഒരു വിനയാണ് ദാരിദ്ര്യം എന്നുള്ളത്. നമ്മളുടെ മനസ്സിന്റെ ഭാവം കൊണ്ടാണ് നമ്മൾ ദരിദ്രനാണെന്നും ധനികനാണെന്നും നമുക്ക് തോന്നുന്നത്. നമുക്കറിയാം, സുധാമാവിന്റെ കഥ നമുക്കറിയാം അല്ലെ. ഇപ്പൊ യഥാർത്ഥത്തില് എന്താണ് ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദരിദ്രോസ്തു അസന്തുഷ്ട. ഏകാദശത്തില് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും തൃപ്തിയില്ലാത്തൊരു അവസ്ഥയിലേക്ക്, മനോഭാവത്തിലേക്ക് എത്തുന്നതാണ് ശരിക്കും ദരിദ്രന്മാര് എന്ന് പറയാം. അപ്പം ഈ അകവും പുറവും ഏതെങ്കിലും പ്രകാരത്തില് വേണ്ട രീതിയിൽ അത് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഒരു പക്വത വരുള്ളൂ എന്ന് പറയും അല്ലെ. രണ്ട് ഭാഗവും ഇപ്പൊ ഒരു എന്താ എന്തെങ്കിലും നമ്മൾ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാല് അകവും പുറവും അത് വേണ്ട രീതിയിൽ വേവണം, എന്നാലേ അവിടെ പക്വത ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ദരിദ്രന് അത് സ്വയമേവ എല്ലാ വിഷയങ്ങളും അറിഞ്ഞതുകൊണ്ട് അകവും പുറവും അവരെ സംബന്ധിച്ചിടത്തോളം അറിയാൻ പറ്റും. ഈ പുറമേയുള്ള ഭാഗം മാത്രമല്ല, ഇതിന്റെ ആ ഒരു ദുഃഖം അനുഭവിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ആ ദാരിദ്ര്യത്തിലേക്കുള്ള ഒരു പ്രയാണം എന്നുള്ളത് എന്താണ് ശരിക്കും യഥാർത്ഥത്തില്? അത് യഥാർത്ഥത്തില് മനഃശുദ്ധിക്ക് കാരണമായിട്ട് വരികയാണ്, മനഃശുദ്ധിക്ക് പ്രയോജനകരമാകുന്ന ഒരു ഭാവത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ദാരിദ്ര്യത്തെ കൊണ്ട് നമുക്ക് ഇന്ദ്രിയ ശക്തി ക്ഷയിപ്പിക്കാം, പരദ്രോഹത്തിന് പ്രാപ്തി ആക്കാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു അഹിംസനത്വം അത് ഭഗവത് പ്രീതികളോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒരു ഉപായമാണ്, മനഃശുദ്ധിക്കുള്ള ഒരു ഉപായമാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അതിന് പല അർത്ഥം ഉള്ളത് കൊണ്ട് സാമ്പത്തിക ദാരിദ്ര്യത്തിന്റെ ഒരു വൈശിഷ്ട്യം ശരിക്ക് ശ്രീനാരദ മഹർഷി അവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ആ നളകൂപര മണിഗ്രീവന്മാരെ ഒരിക്കലും ഈ ഒരു സമ്പത്ത് എന്നുള്ളതും അല്ലെങ്കിൽ ഈ ഒരു ബന്ധുബലം കൊണ്ട്, ഐശ്വര്യം കൊണ്ട്, ഇതുകൊണ്ടൊന്നും നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. എന്തേ ഇത് അഹങ്കരിക്കാനുള്ള കാരണം? ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള വസ്തുക്കള് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. ദാരിദ്ര്യം അനുഭവിച്ചാലേ ധനികനായിട്ടുള്ളവർക്കും അഹങ്കാരം ഇല്ലാണ്ട് ആവുകയുള്ളൂ. തദഹം മത്തയോർമാധ്യ വാരുണ്യാശ്രീ മദാന്ധയോഹോ തമോമതം ഹരിഷ്യാമി സ്ത്രൈണയോരജിതാത്മനോ. അതുകൊണ്ട് ഞാൻ ഈ മതം കൊണ്ട് കണ്ണു കാണാത്തവരായിട്ടുള്ള, അത് തന്നെയല്ല, അതുകൊണ്ട് എന്താണ്, എന്തും ചെയ്യുവാന്നുള്ളൊരു മടിയില്ലാതെ വാരുണി മധ്യത്താല് അല്ലെ മതിച്ചവരായിട്ടുള്ള, അതുകൂടാതെ ത്രൈണയോർ അജിതാത്മനഹ, സ്ത്രീജിതന്മാര്, അജിതാത്മനഹ അവിടെ മനസ്സിന് തോൽവി സംഭവിക്കുക, അതാണല്ലോ അജിതാത്മനഹ എന്ന് പറഞ്ഞാല്. മനസ്സിന് പക്വതയില്ലാത്തവര് ആയിട്ടുള്ള ഇവരുടെ ഈ ഒരു അറിവില്ലായ്മയിൽ നിന്നും അഹങ്കാരത്തെ നശിപ്പിക്കണം. യതിമോ ലോകപാലസ്യ പുത്രോ ഭൂത്വ തമപ്ലുതൗ ന ആത്മാനം ജാനീത സുദുർമതോ. ഇപ്പൊ വാരുണി എന്ന മദ്യം സേവിച്ച് മതോന്മത്തനായിക്കൊണ്ടിരിക്കുന്ന ഇവരെ ലോകപാലന്മാരില് ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആളാണ് വൈശ്രവണൻ. ആ വൈശ്രവണന്റെ പുത്രന്മാരായിട്ടുള്ള പിറന്നതായിട്ടുള്ള ഇവര് മതം ഹേതുവായിക്കൊണ്ട് തമോ ഗുണത്തിന് അടിമപ്പെട്ടുകൊണ്ട് ആ തമസിൽ അല്ലെങ്കിൽ ആ ഒരു ഇരുട്ടിൽ മുങ്ങിയവരായിട്ടുള്ള ഇവരെ നഗ്നരാണെന്ന് അവരറിയുന്നത് തന്നെ ഇല്ല. യഥാർത്ഥത്തില് ഇവരുടെ ഉള്ളിലുള്ള ഈ ഒരു ബോധശൂന്യത കൊണ്ട് പുറമെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല അവിടെ. അതുകൊണ്ട് അവർക്ക് യഥാർത്ഥത്തില് സ്ഥാവരത്വമാണ് സംഭവിക്കുക അവിടെ. അതായത് തങ്ങൾ ചെയ്തതായിട്ടുള്ള ആ ഒരു അപരാധത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് ആവശ്യമാണ്.
വാസുദേവസ്യ അതോഹതാം സ്യാതാം നൈവം യഥാ പുനഃ സ്മൃതിസ്യാന്മൽപ്രസാദേന തത്രാപി മദനുഗ്രഹാൽ. എന്തായാലും 100 ദിവ്യ സംവത്സരം കഴിയുമ്പോൾ നമ്മുടെ തന്നെ ആ അനുഗ്രഹ ഫലമായിക്കൊണ്ട് ഇവർക്ക് ഭഗവാൻ വാസുദേവസ്യ സാന്നിധ്യം ലബ്ധ്വാ ദിവ്യശരച്ഛതേ, 100 സംവത്സരം കഴിയുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം അവർക്കുണ്ടാകും. വൃത്തേ സ്വർലോകതാം ഭൂയോ ലബ്ധഭക്തി ഭവിഷ്യത. അപ്പോ അങ്ങനെ ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടി പൂർവസ്ഥിതി പ്രാപിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി തന്നെ ഈ സ്വർലോകവാസികള് എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതേ രീതിയിൽ പാഠം പഠിച്ചുകൊണ്ട് നന്നായിട്ട് അവര് വരട്ടെ എന്നുള്ള രീതിയിൽ അവിടുന്ന് ആ നീർമരുത് വൃക്ഷങ്ങളായിട്ട് മാറിപ്പോട്ടെ എന്ന് നാരദ മഹർഷി അവിടെ ശവിക്കുകയാണ്. എന്തായാലും ശ്രീശോഭന മഹർഷി പറഞ്ഞു, ഏവമുക്ത്വാസ ദേവർഷിർ ഗതോ നാരായണാശ്രമം നളകൂപുരമണിഗ്രീവ അസത്തുർ മലയാർജുനവും. അവിടെ പറയുന്നു പ്രകാരം പറഞ്ഞതായിട്ടുള്ള നാരദ മഹർഷി നരനാരായണ ആശ്രമസ്ഥാനമായിട്ടുള്ള ബദരിയിലേക്ക് അവിടുന്ന് തിരിച്ച് യാത്രയായി. നളകൂപനും മണിഗ്രീവനും ഇരട്ട മരുത് വൃക്ഷങ്ങളായിക്കൊണ്ട് നന്ദഗോകുലത്തില് മുളച്ചു, നന്ദഗോകുലത്തിൽ വളർന്നു വന്നു. അങ്ങനെ ഭാഗവതോത്തമനായിട്ടുള്ള ആ നാരദ മഹർഷിയുടെ വാക്യം സത്യമാക്കി ചമയ്ക്കുവാൻ വേണ്ടി തീരുമാനിച്ച ഭഗവാൻ ഇപ്പോ എങ്ങനെയാണ് ആ ഉരലും അല്ലെ കെട്ടിയിട്ടുള്ള ഉരലും വലിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ ആ വൃക്ഷങ്ങൾ സ്ഥിതി ചെയ്യുന്നിടത്തേക്ക് യാത്രയാകാൻ തുടങ്ങുന്നു. ദേവർഷിർമേ പ്രേതമോ യതിമോധനദ ആത്മജോ തത്തഥാ സാധയിഷ്യാമിയദ്ഗീതം തന്മഹത്മനാ. ഈ കാണുന്ന ആ വൃക്ഷങ്ങൾ നളകൂപുര മണിഗ്രീവന്മാർ തന്നെയാണ് എന്നുള്ളത് ഞാൻ അവർക്ക് മഹർഷിയുടെ ആ ശാപമോ അല്ലെങ്കിൽ അനുഗ്രഹത്തിനോ അത് ഇന്ന് ഞാൻ സഫലമാക്കും എന്നിങ്ങനെയൊക്കെ വിചാരിച്ചതായിട്ടുള്ള ഭഗവാൻ അവിടുന്ന് ആ ഉരലും വിളിച്ചുകൊണ്ട് അപ്പൊ ഗോപന്മാരെല്ലാവരും കൂടെ പറഞ്ഞു, കൃഷ്ണ ഇന്ന് കളികളുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കും പറയുന്നുണ്ട്, നിങ്ങളങ്ങോട്ട് പൊക്കോളൂ, ഞാൻ പുറകെ വന്നോളാം എന്ന് പറഞ്ഞ് ഗോപന്മാരൊക്കെ സന്തോഷത്തോടുകൂടി ഓടി അങ്ങ് പോകുന്ന കണ്ടു കഴിഞ്ഞിട്ട് ഭഗവാൻ ഓടാൻ വേണ്ടി തുടങ്ങി. പക്ഷെ ഓടാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ഇപ്പൊ ഒരു ഒരല് തന്റെ അല്ലെ ആ മൃദുലമായിട്ടുള്ള ഉദരത്തില് കെട്ടിയിട്ടിരിക്കുന്ന അമ്മ ദാമം കൊണ്ടമ്മ അല്ലെ ആ ദാമോദരനാക്കി മാറ്റിയിരിക്കുകയാണ്. എങ്കിലും ആ നളകൂപര മണിഗ്രീവന്മാരാകുന്ന ഭക്തന്മാരോടുള്ള ഒരു ഔത്സുക്യം കൊണ്ടാണോ ഗോപന്മാരോടുള്ള ഒരു സ്നേഹം കൊണ്ടാണോ ഭഗവാൻ യാതൊന്നും നോക്കാതെ അവിടുന്ന് അവരുടെ പുറകെ തന്നെ അവിടുന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി വരുമ്പോഴാണ് ആ ഇരട്ട വൃക്ഷങ്ങളായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ആ മരുത്തുകളുടെ ഇടയിലൂടെ വന്ന് ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാൻ നേരെ അപ്പുറത്തേക്ക് അങ്ങോട്ട്. പക്ഷെ ഭഗവാൻ അപ്പുറത്തേക്ക് പോയപ്പോഴാണ് പുറകിലാണ് ഒരല് നിൽക്കുന്നത്. ഇനി ഒരലിനെയും കൂടെ കൊണ്ടായല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഭഗവാൻ ഒന്ന് വലിച്ചതോടുകൂടി എന്താണ് ആ 2 മരങ്ങളും അവിടെ തകർന്നങ്ങ് വീണു. അവിടെ അപ്പം ബാലേന നിഷ്കർഷേതാനുലൂഖലം തൽദാമോദരേണ തരസോ ലളിതാംഘ്രിബന്ധോ നിഷ്പേതതു പരമവിക്രമിതാതിവേപം സ്കന്ധപ്രവാള വിധപോ കൃതചണ്ഡ ശബ്ദോ. തന്റെ ഉദരഭാഗത്ത് ബന്ധിച്ചതായിട്ടുള്ള ഉരലും വലിച്ചുകൊണ്ട് അതിശക്തിയോടുകൂടി ആ ഇരട്ട വൃക്ഷങ്ങളുടെ ഇടയിലൂടെ അങ്ങോട്ട് യാത്രയായപ്പോഴേക്കാണ് ഇത് രണ്ടും കൂടി ഗംഭീരമായിട്ടുള്ള ശബ്ദത്തോടുകൂടി കൃതചണ്ഡ ശബ്ദവും എന്നാണ് പറയുന്നത്. അതായത് ഒരു ഭീകര ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ആ 2 ഭാഗത്തേക്കായിട്ട് ആ മരങ്ങള് അവിടെ നിന്ന് വീണു. ആ വീഴ്ചയുടെ കൊണ്ട് കൊമ്പുകളും ചില്ലകളും ഇലകളും ഒക്കെ ചിന്നിച്ചെതറി അതിഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദത്തോടു കൂടിയാണ് അവിടെ വീണത്. എന്തായാലും വൃക്ഷങ്ങള് തമ്മിൽ ഉരസിക്കൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള ശോഭായമാനമായിട്ടുള്ള ഒരു എന്താണ് തേജസ് അല്ലെ, തേജസ് തുല്യം ദിക്കുകളൊക്കെ അവിടെ എല്ലായിടങ്ങളിലും അവിടെ ശോഭിച്ചു. ഇങ്ങനെ പരമ ഐശ്വര്യശാലികളും രജോ ഗുണ വിമുക്തരും തനി സാത്വികന്മാരുമായിട്ടുള്ള 2 ദിവ്യന്മാര് ആ വൃക്ഷങ്ങളിൽ നിന്നും ആവിർഭവിച്ച് ഭഗവാന്റെ അടുത്ത് വന്ന് ശിരസ ആ പാദങ്ങൾ വീണങ്ങ് നമസ്കരിച്ചു. പറഞ്ഞു എന്താണ്, കൃഷ്ണ കൃഷ്ണ മഹായോഗിം സമാദ്യ പുരുഷപരാ
വ്യക്ത അവ്യക്തമിതം വിശ്വം രൂപം തേ ബ്രാഹ്മണോ വിദു. ഗംഭീരമായിട്ട് അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങളുടെ ഗുരുനാഥനായിട്ടുള്ള നാരദ മഹർഷിയുടെ അനുഗ്രഹമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലയോ മഹായോഗേശ്വരേശ്വരനായിട്ടുള്ള ഹേ കൃഷ്ണ, അങ്ങ് എല്ലാത്തിനും എന്താണ് ആദിഭൂതം ത്വം ആദ്യ പുരുഷപര. ഈ പരഹ യഹ പരഹ പുരുഷ, ഈ പരത്തിനും ഒക്കെ ആ പരമായിട്ടുള്ള, ഈ പ്രകൃതിക്കും ഒക്കെ പരമായിട്ടുള്ള, എല്ലാത്തിൻ്റെയും ആദിഭൂതനായിട്ടുള്ള പരമ്പൊരുളായിട്ടുള്ള വ്യക്ത അവ്യക്തം, വ്യക്തമായും അവ്യക്തമായിട്ടുള്ള സ്ഥൂല സൂക്ഷ്മ രൂപത്തിലുള്ള ഈ വിശ്വം അങ്ങയുടെ സ്ഥൂല ശരീരം തന്നെയാണെന്നും ഇങ്ങനെ ഉള്ള രീതിയിലൊക്കെ ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണര് പറയുന്നു. ബ്രാഹ്മണോ വിദു, ജ്ഞാനികൾ പറയുന്നു ത്വമേക സർവഭൂതാനാം ദേഹസ്വാത്മേന്ദ്രിയേശ്വര ത്വമേവ കാലോ ഭഗവാൻ വിഷ്ണുരവ്യയ ഈശ്വര. അങ്ങൊരാൾ തന്നെയാണ് യഥാർത്ഥത്തില് എല്ലാ ജീവജാലങ്ങളെയും കൊണ്ട് നടക്കുന്നത് അല്ലെ. ആ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളില് എന്താണ് ദേഹം, പ്രാണൻ, ആത്മാവ്, ഇന്ദ്രിയങ്ങള്, ഇതിന്റെ ഒക്കെ ഒരു നിയന്ത്രാതാവായിക്കൊണ്ട് ഭഗവാൻ അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് കാലവും ഭഗവാനും വിഷ്ണുവും ഒക്കെ എന്താണ് എല്ലാം അവിടുന്ന് തന്നെയല്ലേ. ഹേ ഗുരുവായൂരപ്പ, അവ്യയനും അവ്യയനാണ്. ഇപ്പം ഈ സൂക്ഷ്മ രൂപത്തിലുള്ള എന്താണ് മൂലപ്രകൃതിയും അതുപോലെ തന്നെ രജസ്, സത്വം, തമസ്, ഇങ്ങനെയുള്ള പല ഗുണങ്ങളോടും കൂടിയതായിട്ടുള്ള എല്ലാ മഹത്തത്വം. മഹത്തത്വം എന്ന് പറഞ്ഞാൽ അതാണ് ഭഗവാന്റെ തന്നെ ഉള്ളിലുള്ള ആദി ബീജമാണ് മഹത്തത്വം എന്ന് പറഞ്ഞത്. ഈ 3 ഗുണങ്ങളോടും കൂടിയതാണ്. അപ്പൊ അങ്ങനെയുള്ള അങ്ങ് തന്നെയല്ലേ യഥാർത്ഥത്തില് ആ മഹാപുരുഷൻ അല്ലെ. ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മ രജസ്തത്വതമോമയി ത്വമേവ പുരുഷോധ്യക്ഷ സർവക്ഷേത്ര വികാരവിൽ. അപ്പൊ അങ്ങനെയുള്ള പുരുഷനും അങ്ങ് തന്നെ. ഈ ജീവജാലങ്ങളുടെ ഒക്കെ സാക്ഷി ആരാണ്? അങ്ങ് തന്നെയാണ്. സാധാരണ മനസ്സിലാക്കുവാൻ ഉപയുക്തമായിട്ടുള്ള ഇന്ദ്രിയാദികൾക്ക് അങ്ങയെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അഗോചരമാണ് യഥാർത്ഥത്തില്, അഗ്രാഹ്യമാണ് യഥാർത്ഥത്തില്. അത് നമ്മളുടെ ഈ ബുദ്ധിക്ക് അനുസരിച്ച് വഴങ്ങുകയില്ല. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ വികാരങ്ങളായിട്ടുള്ള യാതൊന്നിനും അങ്ങയുടെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഗൃഹ്യമാണേസ്ത്വം അഗ്രാഹ്യോ വികാരി പ്രാകൃതീർ ഗുണൈഹി കോന്യുഹാരിഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംവൃത. ഈ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ശരീരത്തോടു കൂടിയിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങയെ അറിയാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അങ്ങയെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങയെ അറിയണമെങ്കിൽ അങ്ങയുടെ ഭാവത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. ഈ ഗുണങ്ങളെല്ലാം വിട്ട് ശുദ്ധഭാവത്തോടു കൂടി ഇരുന്നെങ്കിൽ മാത്രമേ അങ്ങയെ ഒന്ന് അറിയാൻ പോലും നമുക്ക് സാധിക്കുള്ളൂ, ഉള്ള യോഗ്യത പോലും ഉള്ളൂ. അതുകൊണ്ട് തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായ വേദസേ ആത്മദ്യോത ഗുണേച്ഛന്ന മഹിംനേ ബ്രഹ്മണേ നമ. അതുകൊണ്ട് കേവലം അല്ലെ പ്രപഞ്ചോൽപത്തിക്ക് മുമ്പ് തന്നെ ഉള്ളവനായിട്ടുള്ള അങ്ങയെ ഇനിയോ ഇപ്പോഴും ഇനി ഇത് കഴിഞ്ഞാലും സ്ഥിരമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള അവിടത്തേക്ക് ഞങ്ങളിതാ നമസ്കരിക്കുന്നു. അതുകൊണ്ട് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഗുണങ്ങളാൽ നിർഗുണത്വത്തിലേക്ക് അറിയുവാൻ ഞങ്ങൾക്ക് ഈ ഗുണത്തോടു കൂടിയിട്ടുള്ള ശരീരം കൊണ്ട് സാധിക്കുകയില്ല. കേവലം സ്തുതി മാത്രമേ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അളകൂപുര മണിഗ്രഹന്മാര് ഭഗവാന്റെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് സ്തുതിച്ചത്. അങ്ങനെ ഇരിക്കുന്ന ഭഗവാനും വാസുദേവനും ഒക്കെ സൃഷ്ടികർത്താവുമായിട്ടുള്ള ആ നിന്തിരുവടിയുടെ പാദങ്ങളിൽ ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു. യസ്യാവതാരാജ്ഞായന്തേ ശരീരേഷു അശരീരിണ തൈസ്തൈ തുല്യാതിശയൈർ വീര്യൈർ ദേഹിഷ്വസംഗതൈഹി. മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തുവാൻ സാധിക്കാത്ത വിധം അതിശയകരവും അതുപോലെ തന്നെ വീര്യവും ഉള്ളതായിട്ടുള്ള, സാധാരണക്കാർക്ക് അനുയോജ്യമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങള് ഏതേത് ശരീരങ്ങളിൽ കാണുന്നുവോ അവയെല്ലാം സ്വതേ ശരീരമില്ലാത്തവനായിട്ടുള്ള ആ ഈശ്വരന്റെ അവതാരങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം അല്ലേ. അതൊക്കെ ഈശ്വരന്മാർ, ഗുരുനാഥനായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഈശ്വരനാണ്. ഓരോ സാഹചര്യങ്ങളില് ഓരോരോ കർമ്മങ്ങളുടെ കർത്താക്കളില് ആ കർമ്മത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ളവരെയൊക്കെ നമുക്ക് ഈശ്വരനായിട്ട് കാണാൻ സാധിക്കണം. സ ഭവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണോംശഭാഗേന സാമ്പ്രതം പതിരാശിഷാം. അപ്പൊ ഇവിടെ എല്ലാ ആശിസുകളുടെ എല്ലാം അധിപനായിട്ടുള്ള അങ്ങ് ഇപ്പോൾ ലോകരുടെ എല്ലാം ഭവത്തിന് വേണ്ടിയിട്ട് അല്ലെ,
അവിടെ ഭവായ വിഭവായ ച, ക്ഷേമത്തിനും മോക്ഷത്തിനുമായിക്കൊണ്ട് ഇപ്പോൾ അംശങ്ങളുടെ പൂർണ്ണതയോടുകൂടി അവിടുന്ന് ഇവിടെ ഇപ്പൊ പൂർണ്ണ അവതാരമായിട്ട് അങ്ങ് അവതരിച്ചിരിക്കുന്നു. നമപരമ കല്യാണ നമപരമ മംഗള വാസുദേവായ ശാന്തായ യദൂനാംബതയേ നമ. ഏറ്റവും മംഗളത്തെ പ്രദാനം ചെയ്യുന്ന പരമകല്യാണ നമ പരമമംഗള, അല്ലെ? അങ്ങനെയുള്ള ആ കല്യാണത്തെ പ്രദാനം ചെയ്യുന്ന അങ്ങേക്ക് ഞങ്ങൾ ഇതാ നമസ്കരിക്കുന്നു. പിന്നെയോ അവിടെ അനുജാനീഹി നൗ ഭൂമം സമാനുചര കിങ്കരോ ദർശനം നൗ ഭഗവത ഋഷേരാസീതനുഗ്രഹാൽ. പൂർണ്ണാനന്ദ സ്വരൂപിയും പൂർണ്ണമംഗളമൂർത്തിയുമായിട്ടുള്ള നിന്തിരുവടിക്ക് ഞങ്ങളിതാ നമസ്കരിക്കുന്നു. അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ, എല്ലായിടങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ ഞങ്ങൾക്ക് ആ ഞങ്ങളുടെ ഗുരുനാഥനായിട്ടുള്ള നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഒരിക്കലും ശാപമല്ല എന്നുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ആ ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തില് ആ പുണ്യ പൂർണ്ണാവതാരമായിട്ടുള്ള അവിടത്തേക്ക് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്, ഭാഗ്യം ലഭിച്ചത്. അങ്ങയുടെ ആ സേവകനായിട്ടുള്ള മഹാദേവൻ ശ്രീ പരമേശ്വരന്റെ അജ്ഞാനുവർത്തികളായിട്ടുള്ള ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുവാൻ വേണ്ടതെന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ആ പാദങ്ങൾ വീണങ്ങ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഇന്നാണ് ഞങ്ങളുടെ ഗുരുനാഥനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. യഥാർത്ഥത്തില് ആ ഈശ്വരനെ പോലെ കാണേണ്ടതായിട്ടുള്ള ഗുരുനാഥൻ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ശാപത്തോടുകൂടി ഞങ്ങൾ ആ ധനത്തിൽ മതിച്ച് എന്താണ് ഇരുട്ട് വന്നതോടുകൂടി ആ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരിക്കലും വെളിച്ചം കൊണ്ടു തന്നിട്ട് കാര്യമില്ല, അല്ലെ? ദാരിദ്ര്യം മാറുവാൻ വേണ്ടിട്ട് കുറച്ച് ധനം നമ്മളായിട്ട് കൊണ്ടു കൊടുക്കുകയല്ല വേണ്ടത്. പിന്നെ എന്താണ്, അവർക്ക് ആ അന്ധകാരത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യത്തിൽ നിന്നും ഇത് മനസ്സിലാക്കണമെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് അവരെ കൊണ്ടുവരണം. ഈ ദാരിദ്ര്യത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അവർക്ക് സമദർശിത്വം കിട്ടും. ഹേ ഗുരുവായൂരപ്പ, ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. വാണി ഗുണാനുകഥനേ ശ്രവണോ കഥായം. എന്താണ് നമ്മളുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്? ഭഗവാന്റെ ഗുണഗണങ്ങൾ പറയുകയാണ് വേണ്ടത്. ശ്രവണോ കഥായം, ഭഗവാന്റെ കഥകൾ കേൾക്കുവാൻ വേണ്ടാണ് കാതുകളെങ്കിൽ ഭഗവാനെ പൂജ ചെയ്യുവാൻ വേണ്ടാണ് ഹസ്തൗജ കർമ്മസു മനസ്തവ പാദയോർന്ന. നമ്മളുടെ മനസ്സെന്തിനു വേണ്ടിയിട്ടാണ്? പാദയോർന്ന, ഭഗവാന്റെ പാദങ്ങളെ എന്നും പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസജകൾ പ്രണാമേ. ഭഗവാന്റെ പാദങ്ങളെ എന്നും സ്മരിക്കുവാൻ വേണ്ടിയുള്ളതാണ് മനസ്സ്. ഭഗവാന്റെ കൈകര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മുടെ കൈകള്. സ്മൃത്യാം ശിരസ്തവ, ശിരസ്സെന്തിനു വേണ്ടാണ്? സ്മരിക്കുവാൻ വേണ്ടിയാണ് ഭഗവാനെ. നിവാസ ജഗൽ പ്രണാമേ, ഈ ജഗത്തിന്റെ മുഴുവൻ അധിപനായിട്ടുള്ള ഭഗവാനെ നമസ്കരിക്കുവാൻ വേണ്ട, അതിനുവേണ്ടാണ് എന്റെ ശിരസ് എങ്കിൽ, സ്മരിക്കുവാൻ വേണ്ട മനസ്സ് എങ്കിൽ, ഭഗവാന്റെ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി കൈകള് എങ്കിൽ, ദൃഷ്ടിസതാം ദർശനേസ്തു ഭവത്തനൂനാം, എന്റെ ദൃഷ്ടി എന്തിനു വേണ്ടാണ്? എന്റെ കണ്ണുകൾ എന്തിനു വേണ്ടാണ്? അത് അങ്ങയുടെ പ്രതീകങ്ങളായിട്ടുള്ള ആ ഭക്തന്മാരെ ദർശിക്കുന്നതിന് വേണ്ടിയാണ് എന്റെ ദൃഷ്ടി സതാം ദർശനേസ്തു ഭവത്തനൂനാം, അവിടുത്തെ സേവിക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങളെ കാണുവാൻ വേണ്ടിയായിരിക്കണം എന്റെ കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് നമസ്കരിച്ചു. ഗംഭീരമായിട്ടുള്ള ആ ഒരു ശ്ലോകം നമുക്ക് ദിവസവും അത് ഉപാസനയിൽ കൊണ്ടുവരേണ്ട ശ്ലോകമാണ്. വാണി ഗുണാനുകഥനേ ശ്രവണോ കഥായാം. എന്തായാലും എപ്പോഴും നേരിൽ കാണാൻ പറ്റാത്തതിനാൽ അവിടെ വാസസ്ഥാനമായിട്ടുള്ള ഈ ജഗത്തിനെ, ഈ പൂർണ്ണമായിട്ടുള്ള ജഗത്തിനെ നമുക്ക് നമ്മളുടെ ഈ ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗോചരമല്ല, അവിടെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഇതിന്റെ ഒരു ആധാരഭൂതമായിട്ടുള്ള ഭഗവാനെ, ആ ഭഗവത് സ്വരൂപികള് തന്നെയായിട്ടുള്ള സജ്ജനങ്ങളിലൂടെ നമുക്ക് ഈ ജഗത്തിനെയും ഈശ്വരനെയും ഒക്കെ കാണാൻ സാധിക്കുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ടായിരിക്കണം ദൃഷ്ടി സതാം ദർശനേസ്തു ഭവത്തനൂനാം. അപ്പൊ ജഗത്തിനെ കാണുന്നത് ആരിലൂടെയാണ്? ജഗത്തിനെ കാണുന്നത് സജ്ജനങ്ങളിലൂടെയാണ്, മഹത്തുക്കളിലൂടെയാണ്. മഹത്തുക്കളിലൂടെയാണ് നമ്മളുടെ, അല്ലെ? ജഗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമ്മളുടെ ഉള്ളിലുള്ള മനോഭാവം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ജഗത്ത്. അത് എവിടുന്നാണ് കിട്ടുന്നത്? അത് സജ്ജനങ്ങളുടെ ഉള്ളിൽ നിന്നാണ് അത് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് ദൃഷ്ടി സതാം ദർശനേസ്തു ഭവത്തനൂനാം എന്നവിടെ പറഞ്ഞത്. അപ്പം പ്രപഞ്ചത്തിൽ ആകമാനം വ്യാപിച്ചവനായതുകൊണ്ട് എവിടെയും ആ ഈശ്വര സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു സങ്കല്പത്തോടെ
നമുക്ക് എവിടെ നമസ്കരിച്ചാലും ഭഗവാനെ നമസ്കരിച്ചതുപോലെ തന്നെ ആകാശാൽ പതിതം തോയം യഥാഗച്ഛതി സാഗരം എന്ന് പറഞ്ഞതുപോലെ തന്നെ കേശവം പ്രതിഗച്ഛതി ആരെ നമസ്കരിച്ചാലും ഇതൊക്കെ എവിടെയാണ് എത്തുന്നത്? എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ട് വർത്തിക്കുന്നതായിട്ടുള്ള ആ ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ തന്നെ എത്തും. അങ്ങനെയുള്ള ആ ഒരു നിവാസ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ ജഗത്ത് എന്ന് പറയുന്നത്. ഈ ജഗത്തിനെ കാണിച്ചു തരുന്ന ആരാണ്? ഭക്തന്മാരാണ്, സജ്ജനങ്ങളാണ്, മഹത്തുക്കളാണ്. അതുകൊണ്ടാണ് നമ്മള് സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ വീണു നമസ്കരിക്കണം, അല്ലെ? ലജ്ജ വീണു നമിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഈശ്വരനാണ് അവിടെ. അവരിലാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു ഇത് കിടക്കുന്നത്. ജഗന്നിവാസൻ, ജഗത്തിൽ നിവസിക്കുന്നവനാണ്. ഈ ജഗത്ത് എവിടെയാണ്? ജഗത്ത് സജ്ജനങ്ങളിലുണ്ട്. ആ സജ്ജനങ്ങളിൽ നിന്നാണ് നമ്മളുടെ ഉള്ളിലേക്ക് ആ ഒരു ജഗത്ത്. അപ്പൊ ഈ ജഗത്ത് എന്ന് പറയുന്നത്, ലോകം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ മനോഭാവം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ലോകം. അതിലൂടെയാണ് നമുക്ക് ആ ഒരു ശുദ്ധത നമുക്ക് കിട്ടുന്നത്. എന്തായാലും ആ ഒരു ശബ്ദമാധുര്യം, അർത്ഥഗാംഭീര്യം, ഭക്തി സാന്ദ്രത, സർവ ലൗകികമായിട്ടുള്ള ഒരു വീക്ഷണം, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോട് കൂടിയതായിട്ടുള്ള ഈ ഒരു പ്രാർത്ഥനാ ശ്ലോകം നമുക്ക് വേദവ്യാസ മഹർഷിയായിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് പ്രഹ്ലാദൻ ഉപദേശിക്കുന്നുണ്ട്, അല്ലെ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, ഇങ്ങനെ നവവിധ ഭക്തിയുടെ സമന്വയം. ഇത് ആ ഒരു പറഞ്ഞതായിട്ടുള്ള 9 പടികളെയും വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് എഴുതി ചേർത്തിരിക്കുന്നു ഈ ഒരു ശ്ലോകത്തില്. എന്തായാലും ശ്രവണവും കഥായാം, പിന്നെന്താണ്? കീർത്തനം എന്താണ്? വാണീ ഗുണാനുകഥനെ, സ്മരണം മനസ്തവ പാദയോർന്ന, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം എന്നുള്ളത്. ഇത് 4ഉം ഹസ്തഊജകർമ്മസു എന്നുള്ളൊരു ഇതിലേക്ക് എത്തും. പിന്നെ സഖ്യം എന്നുള്ളത് എന്താണ്? ഭവത്തനൂനാം, അല്ലെ? ഭവത്തനൂനാം ദർശനേ, അതാണ് ആ സഖ്യം എന്നുള്ള അവസാനം എന്താണ്? ആത്മനിദർശനം എന്ന് പറയുന്നത്. ആത്മദർശനമാണ് ശരിക്കും സംഭാവനയിലൂടെയുള്ള ദർശനേസ്തു ഭവത്തനൂനാം എന്നവിടെ പറയുന്നത്. അപ്പം യഥാർത്ഥത്തില് ജഗൽ പ്രണാമയാണ് ശരിക്കും ആത്മനിവേദനം. ജഗൽ പ്രണാമേ, ആ ജഗത്തിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇവിടെ സർവ്വചരാചരങ്ങളും നിറഞ്ഞതായിട്ടുള്ള ജഗത്തിനെ ഞാൻ നമസ്കരിക്കുന്നു. എവിടെ നമസ്കരിച്ചാലും ഭഗവാനിലെത്തും എന്നുള്ള ഈ നവവിധ ഭക്തികളെ ഒക്കെ കുറുക്കിക്കൊണ്ട് ആ ഒരു ശ്ലോകത്തിലേക്ക് എത്തിച്ചതായിട്ടുള്ള ആ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അതിനുശേഷം അവര് നമസ്കരിച്ചു. ഇത്തം സങ്കീർത്തിതസ്താഭ്യാം ഭഗവാൻ ഗോകുലേശ്വര ദാംനാചോലൂഖലെ ബദ്ധ പ്രഹസന്നാഹ ഗുഹ്യകൗ. അവിടെ ആ ഗോകുലത്തിന്റെ അധിപതിയായിട്ടുള്ള ഭഗവാൻ, ഇവര് ഈ നളകൂപര മണിഗ്രീവന്മാരൊക്കെ സ്തുതി കേട്ട് ഉരലിൽ ആ കയർ കൊണ്ട് ബന്ധിച്ചതായിട്ടുള്ള അതേ അവസ്ഥയിൽ തന്നെ അവരോട് പറഞ്ഞു, കരുണാനിധികളായിട്ടുള്ള നാരദ മഹർഷി ധനാധിക്യം കൊണ്ട് അന്ധത ബാധിച്ചതായിട്ടുള്ള നിങ്ങളെ അനുഗ്രഹിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ശാപമെന്ന, അല്ലെ, വ്യാജത്തോടു കൂടി ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണം. അത് എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും ജ്ഞാതം മമ പുരൈർ വൈദൃഷിണ കരുണാത്മനായ ശ്രീമദാന്ധയോർവാഗ്ധിർ വിഭ്രംശോനുഗ്രഹകൃത സാധൂനാം സമചിത്താനാം സുതരാം മൽകൃതാത്മനാം ദർശനാന്നോ ഭവേദ്ബന്ധ പുംസോക്ഷ്ണോഹോ സവിതുര്യഥാം. അതുകൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾക്ക് സംസാര ബന്ധം ഒരിക്കലും ഉണ്ടാവുകയില്ല. കണ്ണുകളെ ബാധിച്ചതായിട്ടുള്ള അന്ധകാരം, അത് എല്ലാം ഈ ഒരു അനുഗ്രഹങ്ങളെ കൊണ്ട്, ഗുരുനാഥന്റെ എങ്ങനെയാണ് ഈ കണ്ണുകളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അന്ധകാരം രാത്രികാലത്ത് നമുക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് പിറ്റേ ദിവസം പ്രഭാതമാകുമ്പോൾ എങ്ങനെയാണോ സൂര്യദർശനത്താൽ അത് നശിച്ചു പോകുന്നത്, അതേപോലെ ആ നാരദ സൂര്യന്റെ ജ്യോതി നിങ്ങളിലേക്ക് എത്തിയതോടുകൂടി നിങ്ങളുടെ ഉള്ളിലുള്ള ഇരുട്ടെല്ലാം അവിടുന്ന് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഹേ നളകൂപര മണിഗ്രീവന്മാരെ, നിങ്ങൾ രണ്ടുപേരും സ്വസ്ഥാനത്തേക്ക് പൊക്കോളുക. സംജാതോ മൈ ഭാവോ വാം ഈപ്സിതഃ പരമോഭവ. അപ്പം അങ്ങനെ നാരദ മഹർഷി വിഭാവനം ചെയ്തതായിട്ടുള്ള ആ സംസാരനാശകമായിട്ടുള്ള ഒരു പരാഭക്തി നിങ്ങൾക്ക്
സംജാതമായിട്ടുണ്ട് എന്നൊക്കെ ഭഗവാൻ അവിടെ അവരെ പറഞ്ഞ് ആശീർവദിച്ചു. അതിനുശേഷം ത്യുക്തോ തൗ പരിക്രമ്യ പ്രണമ്യ ച പുനഃ പുനഃ ബദ്ധോലൂഖലമാമന്ത്ര്യ ജഗ്മതുർദിശമുത്തരാം. എന്തായാലും അവരെയൊക്കെ ആശീർവദിക്കപ്പെട്ടുകൊണ്ട് ഭഗവാൻ അവര് വീണ്ടും ആ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അവിടുന്ന് നേരെ വടക്കൻ ദിക്കിലേക്ക് യാത്രയായി. ജഗ്മതുർ ദിശം ഉത്തരാം, വടക്ക് ദിക്ക് നോക്കിക്കൊണ്ട് ആ നളഗോപുര മണിഗ്രീവന്മാര് യാത്രയായി. എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനു മുമ്പൊക്കെ വടക്ക് ദിക്കിന്റെ മഹാത്മ്യം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടി അവര് യാത്രയായി എന്നുള്ള ഒരു രീതിയിലാണ് ആ 10ാമത്തെ അധ്യായം അവിടെ നമ്മൾ സമർപ്പിച്ചത്. ഇനി ആ 10ാമത്തെ അധ്യായം പാരായണം ചെയ്ത് നേരെ നമുക്ക് രാമായണത്തിലേക്ക് ഒരു നാരായണീയ ഒരു ദശകവും ചൊല്ലി രാമായണത്തിലേക്ക് പ്രവേശിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.